രജിതേ, ഇസ്രയേൽ ആയുധ നിർമ്മാണത്തിന് ഇന്ത്യയെ സമീപിക്കുന്നു. എവിടെ വരെ എത്തിയിരിക്കുന്നു ഇന്ത്യ? അതും ഇസ്രയേല് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘമൊക്കെ ഉള്ളവരാ അല്ലെ, മൊസാദ് പോലത്തെ. അവർക്ക് ആയുധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. എന്താ പറഞ്ഞോ, എന്താ അതിന്റെ കാര്യങ്ങളൊക്കെ? അതായത് ഇസ്രയേൽ നമ്മുടെ ഇന്ത്യയിലെ നിബ എന്ന് പറയുന്ന പ്രതിരോധ സാധനങ്ങളൊക്കെ, അതായത് ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനിക്ക് 17.52 മില്യൺ, അതായത് ഏതാണ്ട് 1.5 ബില്യൺ ഡോളറിന്റെ കയറ്റുമതി ഓർഡർ നൽകിയിരിക്കുന്നു എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞു. അത്രയും വരുമാനം ഇന്ത്യക്കായി. അതെ. അപ്പോൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഇവിടെ വിഷയം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇന്ത്യ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഇസ്രായേലിന്റെ പക്കൽ നിന്ന് ഇത്തരത്തിൽ അല്ല, ഈ പറയുന്ന ഇസ്രായേലിന് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതും ഇസ്രായേലിന്റെ നട്ടല് എന്ന് പറയുന്നതും ഒക്കെ അമേരിക്കയായിരുന്നു. അമേരിക്കയിൽ നിന്നാണ് അവർ ഇതെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ നിന്നാണ്. അപ്പൊ അമേരിക്കയുടെ തന്നെ ഡിഫൻസ് ബജറ്റിന്റെ 10% കൂടുതൽ ഇസ്രായേലിന് വേണ്ടി അവർ മാറ്റി വയ്ക്കാറുമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്നാണ് ഇസ്രായേൽ തീരുമാനം മാറ്റി ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ അമേരിക്കക്ക് ഉണ്ടാകാവുന്ന ഒരു നെറ്റി ചുളിക്കൽ സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആണ് ഇന്ത്യയിൽ ഒരു വെപ്പൺ മാനുഫാക്ചറിങ്ങിന് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ 10% ഫണ്ട് നീക്കി വയ്ക്കുന്ന വെപ്പൺസും, അതല്ലാതെ അവർ ഒരു ഫണ്ട് ഇസ്രായേലിന് നൽകുന്നുണ്ട്. ആ ഇസ്രായേലാണ് മാറ്റി ചിന്തിച്ചിട്ടുള്ളത്. ഇത് നിബ എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന മോദിയുടെ ഒരു സംരംഭത്തിൻ്റെ കീഴിൽ വരുന്ന NSE ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി കൂടിയാണ്. അപ്പം 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചേഴ്സാണ് അവരിവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ ആയാലും റഷ്യ ആയാലും ഒക്കെ. അപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് ഇസ്രായേൽ നമ്മുടെ ഉറച്ച പങ്കാളിയാണ് എന്നുള്ളതാണ്. അത്രത്തോളം ഒരു കമ്മിറ്റ്മെന്റ് ഇസ്രായേലിന് നമ്മളോട്. അതെ. അപ്പോൾ അത്രത്തോളം ഒരു കമ്മിറ്റ്മെന്റ് ഇസ്രായേലിനോട് നമുക്കുമുണ്ട്. അത് ആ രാജ്യം പിറവി കൊണ്ടത് മുതൽ ഇതുവരെ അവർ നമ്മൾക്കൊപ്പം തന്നെ നിന്നു, നമ്മൾ അവർക്കൊപ്പം. കുറച്ചുകൂടി മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയുക, അടുത്തു, ആ ഇഴയടുപ്പം കൂടി എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അപ്പം ഇത് തന്നെയാണ്. അപ്പോൾ ഉറച്ച പങ്കാളി എന്ന് പറയുന്നത് സുരക്ഷയിലും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനെതിരായാലും ആയുധപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. റഷ്യയും ഇങ്ങനെ തന്നെയാണ്, ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു വമ്പൻ പ്രോജക്റ്റ്. നാളിതുവരെ ഇന്ത്യ ഇങ്ങനെ ചെയ്തൊക്കെ കൊടുത്തായിട്ട് അറിയാവോ? വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. രാജ്യത്തിനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയാണ്. വലിയ നേട്ടം എന്ന് പറയുന്നത് അവിടെയാണ്. അമേരിക്ക അവർക്ക് ഇത്ര ശതമാനം ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. പ്രതിരോധ ബജറ്റിൽ ഇവർക്ക് മാറ്റി വെക്കുമ്പോൾ പോലും അവർ അത് മാറ്റിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഗാസ ആക്രമണ സമയത്ത് വെടിയുണ്ടകളും മറ്റു ആയുധ സാമഗ്രികളും ഒക്കെ ഇന്ത്യയിൽ നിന്ന് അവർ ഇസ്രായേൽ കൊണ്ടുപോയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കരാർ, അവരുടെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ കൊടുക്കണം എന്നുള്ളത് ആ കരാർ കൊണ്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു കരാർ വരുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു കണ്ണുകടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അതായത് ഇത്രയും നാളും എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിരോധ മേഖലയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ GDP ഗ്രോത്തുമായിട്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, വിപണി, ലോകരാജ്യങ്ങളുമായിട്ടുള്ള വിപണിയൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു 630 കോടിയുടെ ആയുധ കച്ചവടം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അഭിമാന പുരസരം പറയുന്ന ഒരു പാർട്ടി നമ്മുടെ
രാജ്യത്തുണ്ട്, കോൺഗ്രസ് ആണ്. അപ്പൊ ഈ കോൺഗ്രസ് കേൾക്കേണ്ടതാണ് തീർച്ചയായിട്ടും. സത്യത്തിൽ അതൊക്കെ ഒരു കച്ചവടമാണോ, നമുക്ക് എന്നെ ഇതെല്ലാം ആർജിച്ചെടുക്കാമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെ അതെ. അപ്പൊ ഇപ്പൊ തന്നെ 27,000 കോടിയിലേക്കാണ് നമ്മുടെ ആയുധ വിപണി പോയിട്ടുള്ളത്. അപ്പൊ 2027 ആകുമ്പോഴേക്കും അത് ഏതാണ്ട് 30,000 കോടി കവിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ 30,000 കോടിയിലേക്ക് അത് പോകും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ GDP ഉയരുന്നുണ്ട്. ഏതാണ്ട് 5 ട്രില്യണിലേക്കൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. നമ്മൾ 4.3 ട്രില്യണിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ പറയുന്ന ആയുധ വിപണി കൂടിയാണ്. ആ ആയുധ വിപണിയിൽ ഇപ്പോൾ ആയുധ നിർമ്മാണത്തിന്റെ ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. അമേരിക്കയ്ക്ക് അസൂയൊക്കെ നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. തെല്ലൊന്നുമല്ല, നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ട്. കെട്ടിപ്പിടിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അടി കൂടി വേറെ എന്തെങ്കിലും കേട്ടോ എന്നുള്ളത് അറിയില്ല, കത്ത് കുത്തി കയറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ അസൂയ മോദിക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് റഷ്യയാണ്. അപ്പൊ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഇസ്രായേലിന്റെ കയ്യിലും ഉണ്ട്. പക്ഷെ ഈ 2 രാജ്യങ്ങൾക്കും ഇപ്പോൾ അവിടെ ഈ അവരുടെ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. റഷ്യയിലാണെങ്കിൽ ഇപ്പോൾ സാമ്പത്തികം തകർന്നിരിക്കുകയാണ്. കാരണം യുക്രൈനുമായിട്ടുള്ള സൈനിക നടപടി എന്ന് പറയുമ്പോൾ 2 വർഷത്തിലധികമായി അത് നീണ്ടുപോവാ. അത് ഏതാണ്ട് തീർക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലേക്ക് പോകണം. എന്തായാലും അവരുടെ ഒരു സാമ്പത്തിക അടിത്തറ തകർന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുണ്ട്, ആയുധം നിർമ്മിക്കാൻ ശേഷിയുണ്ട്, അവർക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അവർക്ക് ഈ സാമ്പത്തികമില്ലാത്തത് കൊണ്ട്, സാമ്പത്തികത്തിന്റെ ഒരു കുറവ് കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധം ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇനിയിപ്പോൾ അവർ നിർമ്മിച്ചാലും മറ്റു രാജ്യങ്ങളൊക്കെ ഈ റഷ്യ നിർമ്മിച്ചാലും അമേരിക്കയുടെ ഒരു ഉപരോധമുണ്ട്. ആ ഉപരോധം കാരണം, അമേരിക്കൻ ഉപരോധം കാരണം അവർ റഷ്യയിൽ നിന്ന് അവർ വാങ്ങാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ യുദ്ധ സാഹചര്യം ആയതുകൊണ്ട് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ അത് ഈ യുദ്ധ സാഹചര്യം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വളർന്നു വരുന്ന ഇന്ത്യയാണ് ഇനി അവർക്കൊക്കെ ഒരു സഹായമായിട്ടും നെടുംതൂണായിട്ടും ഒക്കെ നിൽക്കാനുള്ള സാധ്യതകൾ ഉള്ളത്. അപ്പോൾ 1965 മുതൽ റഷ്യ ഇന്ത്യയിൽ നിന്നും ഒക്കെ ഇന്ത്യ റഷ്യയിൽ നിന്നുമൊക്കെ ആയിട്ട് ആയുധങ്ങൾ വാങ്ങുന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ബലപ്പെടുകയാണ് ചെയ്യുക. ഈ റഷ്യൻ സാങ്കേതിക ഉപയോഗിച്ചുള്ള വമ്പൻ റഡാർ സിസ്റ്റം ഇന്ത്യയിലെ ബംഗളൂരുവിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ലോകത്തെ മുഴുവൻ ഈ ഒരു ഒറ്റ റഡാറിന്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ പണവും സ്കിൽഡ് ലേബേഴ്സും ഒക്കെ ഉണ്ട്, വിറ്റഴിക്കാൻ എളുപ്പമാണ്. കാരണം ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമായിട്ടാണ് ഈ ലോകരാജ്യങ്ങളെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് എതിർപ്പ് കുറവാണ്. ഇപ്പം ഈ റഷ്യയുടെ കാര്യം പറയുമ്പോൾ S-400 നോക്കിയാൽ മതി. S-400 കൊണ്ടുവന്ന് റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ അത് കുറച്ചുകൂടെ മോഡിഫൈ ഒക്കെ ചെയ്താണ് ഇനി S-500 പോവുകയാണ്. ഈ S-400 തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ നീക്കങ്ങൾ മുഴുവനും നടത്തിയിട്ടുള്ളതൊക്കെ തന്നെയും. അപ്പോൾ അതിൻ്റെ ഇന്ത്യയുടെ സ്കില്ലും കൂടി ചേരുമ്പോൾ അതിൻ്റെ മികവ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ F-35 ആണ് യുദ്ധവിമാനം, 5ാം തലമുറ യുദ്ധവിമാനം അമേരിക്ക ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇറക്കിയ പാടെ അമേരിക്ക പറഞ്ഞത് എന്താ, ഞങ്ങൾ ഇത് ആർക്കും കൊടുക്കാൻ വേണ്ടി നിർമ്മിച്ചതല്ല. അതായത് അവരത് ആർക്കും കൊടുക്കില്ല, ഇത് അവരുടെ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് റഷ്യ കുറച്ച് കഴിഞ്ഞപ്പോൾ Su-57 ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കി. എന്നിട്ട് റഷ്യയുടെ മുഖപത്രം എന്ന് പറയുന്നുള്ള ടാസും മാത്രമല്ല സ്പുട്നിക് എന്ന് പറയുന്ന പത്രത്തിൽ ഇവർ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കുമെന്നാണ്. അപ്പൊ ഈ അമേരിക്ക വിചാരിച്ചത് ഈ ഇവരുടെ F-35 വരുമല്ലോ, അപ്പൊ എല്ലാവരും അവരുടെ കാൽച്ചുവട്ടിൽ ചെല്ലും, അപ്പോൾ മുതലാളി ചമയാം എന്നൊക്കെയാണ്. അപ്പൊ നേരെ തിരിച്ചാണ് ഈ പറയുന്ന പോലെ റഷ്യ ഈ ഒരു കാര്യം ഉണ്ടാക്കി Su-57 ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് ഇത് ഇന്ത്യയിൽ അങ്ങ് നിർമ്മിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ വെല്ലാൻ ഇനി അമേരിക്കയുടെ കയ്യിൽ മറുമരുന്നൊന്നുമില്ല, അവിടെ അമേരിക്ക ജാമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു രീതി ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആയുധം ഞങ്ങൾ ഉണ്ടാക്കി തരാം, പക്ഷെ ആ ടെക്നോളജി ഞങ്ങൾക്ക് തരണം. അതോടുകൂടി ആ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തമാണ്, അത് മറ്റാർക്കും
പോകുന്ന മറ്റാർക്കും പോവില്ല. അപ്പോൾ കഴിഞ്ഞ മാസം തോന്നുന്നു ബംഗളൂരുവിൽ ഒരു എയർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. ആ എയർ ഷോയിൽ ഈ 2 വിമാനങ്ങളുണ്ടായിരുന്നു. ഈ 2 വിമാനങ്ങളിലും Su-57 റഷ്യയുടെ Su-57 ആണ് ആരാധകർ ഏറെ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അമേരിക്ക അവിടെയും പിന്നിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും S-400ന്റെ നൂതനമായ S-500ഉം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ചൈനക്ക് കിട്ടില്ല, കാരണം ഇതിന്റെ സാങ്കേതിക വിദ്യ മുഴുവൻ ഇന്ത്യക്ക് നൽകുകയാണ്. അതുകൊണ്ട് അത് അവർക്ക് കിട്ടില്ല. അപ്പോൾ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രം എന്നുള്ള ഒരു പോളിസിയുമാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് ഇസ്രയേലും എത്തുകയാണ്. അപ്പോൾ അവിടെ സുസ്ഥിരമായ ഒരു പരിസ്ഥിതി ഇല്ല ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനുള്ളത്. യുദ്ധം നടക്കുന്നത് കൊണ്ട് അതെ ഇത്തരത്തിൽ വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളും ഒക്കെ നടക്കുകയുള്ളൂ. അപ്പൊ അല്ലാത്ത സമയത്ത് ആയുധ നിർമ്മാണമൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിന് 100 അല്ല 101% വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂതന് അവരുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് തരും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന റഷ്യയ്ക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് ഇതെല്ലാം എന്താ പറയുക തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ ഇത് നമുക്ക് ഓയിലൊക്കെ വാങ്ങിയാലും ഒരു പരിധി കൂടുതൽ ഈ ഒരു കാര്യം എന്താ പറയുക അവർക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതേസമയം അവരുടെ ടെക്നോളജി വാങ്ങി നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ച് നമ്മളത് വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ ഒരു ഭാഗം അവർക്ക് കിട്ടും. അപ്പൊ ആയുധ വിപണി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ 2 രാജ്യങ്ങൾക്കും അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടത്, ഇസ്രായേലിന് വേണ്ടത് കാശാണ്, ഈ പറയുന്ന റഷ്യക്ക് വേണ്ടത് കാശാണ്, അവർക്കും വെപ്പൺസ് വേണം. ഈ 2 കാര്യങ്ങളും ഇന്ത്യക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ആളുകൾക്കാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ഇന്ത്യയോട് വിശ്വാസമുള്ളത് കൊണ്ട്, ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇത് കൂടുതൽ വിപണി മൂല്യത്തിൽ പോവുകയും ചെയ്യും. അപ്പൊ അവരുടെ കാര്യവും നടക്കും, നമ്മുടെ കാര്യവും നടക്കും. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എവിടേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചൊറിച്ചിലുണ്ടാകും. അമേരിക്ക ഒരു തുരങ്കം വയ്പ് ഏത് വഴിയും നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതെ, കരുതിയിരിക്കണം. അപ്പോൾ ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേൽ ഇത്രയും വലിയൊരു പ്രൊജക്ട് നമ്മുടെ രാജ്യത്തിന് തന്നിട്ടുണ്ടെങ്കിൽ പിന്നാലെ തന്നെ റഷ്യയും വരുന്നത്. റഷ്യയുമായി ചെറിയ തോതിലൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വമ്പൻ പ്രൊജക്റ്റുകൾ ഈ 2 രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വരികയും ചെയ്യുന്നുണ്ട്. നമ്മളും അവരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സുദൃഢമാകാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്.